പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പുതുയുഗ യാത്രയുടെ വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്ന് തന്നെ ഒരു കോൺഗ്രസ് പ്രവർത്തക കോൺഗ്രസിനെയും സതീശനെയും കളിയാക്കിയാൽ താറ്റിയാൽ എങ്ങനെയുണ്ടാകും? ദൃശ്യം ഇപ്പോൾ വൈറലാണ്. അപ്പോൾ 100-ലധികം സീറ്റുമായി നമ്മൾ വരുമ്പോൾ വടക്കാഞ്ചേരിയിൽ ഒരു UDF-ന്റെ MLA ഉണ്ടായിരിക്കണം. അതൊന്നുമില്ല, നമ്മൾ എല്ലാവരും കൂടി, അതാണ് ടീം UDF എന്ന് പറയുന്നത്. ഒരുമിച്ചാണ് നമ്മൾ ഈ മുന്നേറ്റത്തിന് നമ്മൾ. വലിയ വായിൽ സതീശൻ ഗീർവാണങ്ങൾ മുഴക്കുകയാണ്. 100 സീറ്റുമായി UDF അധികാരത്തിൽ വരുമ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്നും ഒരു MLA ഉണ്ടാകണമെന്നാണ് സതീശൻ്റെ ആഹ്വാനം. ഈ തള്ളൽ കഴിഞ്ഞ ഉടനെ സാധാരണക്കാരിയായ ഒരു കോൺഗ്രസ് പ്രവർത്തകയാണെന്ന് തോന്നുന്നു, സദസ്സിൽ നിന്നും ഒരു ചോദ്യം ചോദിക്കുന്നു. അതെങ്ങനെ സാധ്യമാകും? കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസിലെ അണികളും തമ്മിൽ കൂട്ടത്തല്ലല്ലേ? ഈ തല്ല് കഴിഞ്ഞാലല്ലേ ഒരു സീറ്റിലെങ്കിലും അധികാരത്തിൽ വരാൻ പറ്റുള്ളൂ എന്ന തരത്തിൽ ഒരു ചോദ്യം കോൺഗ്രസ് പ്രവർത്തക സതീശനോടങ്ങ് ചോദിക്കുന്നു. പഞ്ച് ഡയലോഗ് അടിച്ച് രാജാവിനെ പോലെ സംസാരിച്ചു വന്നതായിരുന്നു സതീശൻ. എല്ലാം ഒറ്റ ചോദ്യത്തിൽ തവിട് പൊടിയായി. അവസാനം വിൽക്കുന്നു, വിഴുങ്ങുന്നു. ഇല്ല 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 ഇല്ല, നമ്മൾ വരും, ഒരുമിച്ച് വരും, അതാണ് ടീം UDF എന്നൊക്കെ പറഞ്ഞ് മെഴുകുന്ന കാഴ്ച. അപ്പോൾ 100-ലധികം സീറ്റുമായി നമ്മൾ വരുമ്പോൾ വടക്കാഞ്ചേരിയിൽ ഒരു UDF-ന്റെ MLA ഉണ്ടായിരിക്കണം. അതൊന്നുമില്ല, നമ്മൾ എല്ലാവരും കൂടി, അതാണ് ടീം UDF എന്ന് പറയുന്നത്. ഒരുമിച്ചാണ് നമ്മൾ ഈ മുന്നേറ്റത്തിന് നമ്മൾ. മിസ്റ്റർ സതീശൻ, ക്ഷമിക്കണം, പ്രതിപക്ഷ നേതാവായ മിസ്റ്റർ സതീശൻ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസ് പ്രവർത്തകർക്കും മറ്റുള്ള കോൺഗ്രസ് നേതാക്കൾക്കും 100% ഉറപ്പാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലൊന്നും UDF അധികാരത്തിൽ വരാൻ പോകില്ല എന്ന്. അതിൻ്റെ കാരണവും അവർക്ക് തന്നെ അറിയാം. നമ്മളുടെ നേതാക്കന്മാർ തന്നെ തമ്മിലടിച്ച് മത്സരിച്ച് കാലുവാരി ആരാണ് ഏറ്റവും നല്ല വഞ്ചകൻ എന്നുള്ള സ്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലുപരി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തമ്മിലടിക്കുകയല്ലേ ഈ പറയുന്ന സതീശനായാലും KC വേണുഗോപാലായാലും ചെന്നിത്തലയാലും ഒക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്കും സാധാരണക്കാരുടെ ഇടയിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാം. അതുകൊണ്ടാണ് സതീശൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന പുതുയുഗ യാത്രയുടെ വേദിയിൽ വെച്ച് തന്നെ ആ ഒരു കോൺഗ്രസ് പ്രവർത്തക കൃത്യമായ ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്നത്. എന്തായാലും ശരി, കോൺഗ്രസിൻ്റെ ഗതികേട്, പ്രതിപക്ഷ നേതാവ് പറയുന്ന വാക്കുകൾക്ക് വിശ്വാസയോഗ്യത ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു പ്രതികരണമായിരുന്നു ആ സദസ്സിൽ നിന്നും ഉയർന്നു വന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, 100 സീറ്റ് പോയിട്ട് ഒരു 10 സീറ്റിലെങ്കിലും UDF-ലെ നേതാക്കന്മാർ വിജയിച്ച് കയറുമോ എന്ന് ആദ്യം ഒന്ന് പരിശ്രമിക്കുക. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം 100 സീറ്റിൽ ടീം UDF അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്ന്. അതിനു മുമ്പ് നിങ്ങൾ തമ്മിലുള്ള തമ്മിലടിയും കാലുവാറലുകളുമൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ നോക്ക്. എന്നാൽ മാത്രമേ കോൺഗ്രസ് പ്രവർത്തകർ കുറച്ചുപേരെങ്കിലും നിങ്ങൾക്കൊപ്പം നിൽക്കുള്ളൂ എന്നുള്ള കാര്യം ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് തന്നെ കൊള്ളാം.